ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു മൈ ജി ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് സീസൺ 2. അടുത്തതായി വളരെ കഴിവുള്ള ഒരു നടൻ പോകാൻ ഒരുപാട് ധൃതിയുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് അദ്വൈതിനെ കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങോട്ട് വാ. എവിടെയാണ് അദ്വൈതിൻ്റെ സ്ഥലം? എൻ്റെ സ്ഥലം മാവേലിക്കര. മാവേലിക്കര, അതിൽ സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, അതറിയാം. ഇത് രാജമാണിക്യം. കണ്ടിട്ടുണ്ട് ഈ പടം? പിന്നെ കണ്ടിട്ടുണ്ട്. മമ്മൂക്കേനെ ഇഷ്ടമാണ്? ആ, ചെറുതായിട്ട് ചെറിയൊരു പ്രണയമുണ്ട്. ആക്ഷൻ. ഇപ്പോൾ 6 പോത്തുകളും 3 ചീട്ടുകളും കയ്യിലുണ്ട്. എന്നിട്ട് ബാക്കി എത്ര ഉണ്ട്? ഇപ്പം 6007 ഏറലായി. എനിക്കിട്ട് പണി തരാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കണം. ഇതിനൊക്കെ നിന്നോട് ദൈവം ചോദിക്കും. 6000 ലോഡുകളുണ്ട്. എന്നോട് മോട കാണിക്കില്ലേ? അതെ, ഞാൻ ഒരു പാവമാണ്. പ്ലീസ്. പോസ്റ്റുകളിലെ പശുക്കൾ, മൃഗ മൃഗഡോക്ടർക്ക് പശുവിനെ കൊടുത്താൽ ആന്ത്രാക്സ് കുത്തിവെച്ചതോ? ആ, എൻ്റെ പോത്തുകൾക്ക്. എൻ്റെ പോത്തുകൾക്ക് ആന്ത്രാക്സ് കുത്തിവെച്ച് തള്ള. നീ എന്ത് ആന്ത്രാക്സ് കുത്തിവെച്ചാൽ? ഞാൻ കാശിക്ക് പോകുമെന്ന് വിചാരിച്ചു. അന്തരാസ് കുന്തരാസ് തള്ളെ കലിപ്പ് തീരുന്നില്ല. ഒരിക്കലും മറക്കത്തില്ല. ഇതുവരെ കാണാത്ത ഒരു പഞ്ച് നൽകാനായിട്ട് ഒരു പഞ്ച് നടൻ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അഖിൽ ടി എ അല്ലേ? അഖിൽ ടി എനെ കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. അഖിൽ ടി എ അല്ലേ? ഇല്ല, വെറും ടി. അഖിൽ ടി. അഖിൽ വെറും ടി. എവിടെയാണ് അഖിൽ ടിയുടെ സ്ഥലം? കായംകുളം സ്വദേശിയാണ്. അഭിനയമോഹമുള്ള നടനാണല്ലേ? അങ്ങനെയൊന്നുമില്ല. ആക്ഷൻ. 6 പോത്തല്ല, 6 പോത്തും 3 ചീട്ടും കൊണ്ട് ബെല്ലാരിയിൽ വ്യാപാരത്തിന് വന്നവനാണ് ഞാൻ. അതെ. എന്നിട്ട് 6 പോത്തല്ല, 6 പോത്തല്ല, 2 ആടായിരുന്നു അതിൽ. 6 പോത്തല്ല, അല്ല 6 ലോഡല്ല, 6000 ലോഡ് വേണേലും ഞാനിവിടെ ഇറക്കും. നീ എന്ത് വിചാരിച്ച്? ചെക്ക് പോസ്റ്റിൽ നീ പൈസ ഇറങ്ങി അല്ല, പൈസ ചെക്ക് പോസ്റ്റിൽ പൈസ ഇറങ്ങി അല്ലല്ല തന്നെ. ചെക്ക് പോസ്റ്റിലെ ഡോക്ടർമാർക്ക് പൈസ എറിഞ്ഞ് പോത്തേക്ക് ആന്ത്രാസ് കുത്തി വെച്ച് കൊല്ലാൻ വിചാരിച്ച. നീ എന്ത് വിചാരിച്ച്? ഞാൻ പോകുമെന്ന് വിചാരിച്ച? കാശിക്ക് പോകുമെന്ന് വിചാരിച്ചത് അല്ലേ? അന്തരാസും തല കലിപ്പ് തീരുന്നില്ല. കഷ്ടം. അല്ലെങ്കിൽ പോയിട്ട് എന്തോ അത്യാവശ്യമുണ്ട്, അത് കാരണം ഞാൻ നിർത്തി മുഷിപ്പിക്കുന്നില്ല. എവിടെ പോകണല്ലോ? ഇന്ന് വൈകുന്നേരം എന്ത് പരിപാടി? ഒന്നുമില്ല, ക്ലാസ്സിൽ കയറാൻ ആഗ്രഹം അല്ലേ? പഠിപ്പിച്ചിട്ടാണ്. അപ്പോൾ വേണ്ട, നിൽക്കണ്ട, പൊക്കോ. അതോടുകൂടി മൈ ജി ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് സീസൺ 2-ൻ്റെ TK മാധവ മെമ്മോറിയൽ കോളേജ് നങ്ങ്യാർകുളങ്ങരയിൽ നിന്നുമുള്ള കിടിലൻ അഭിനേതാക്കളുടെ പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ നിന്നും ബെസ്റ്റ് എൻ്റർടൈനറെ തിരഞ്ഞെടുക്കാനുള്ള സമയമാണ്. അതായത് ഇവിടെ വന്ന് ഡയലോഗ് പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ച് കരയിപ്പിച്ച ആ എൻ്റർടൈനർ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒറ്റപ്പേര്, സഞ്ജു. കൈയടിച്ച് സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചിരുന്നോ? ഇവരെല്ലാം പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു. അവർ ചുമ്മാ പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നുന്നില്ല അഭിനയിക്കാൻ? അല്ലേ, കോൺഫിഡൻസിനൊന്നും കുറവില്ല. അല്ലെങ്കിൽ എന്ത് കൊടുത്താലും ചെയ്യുമെന്നാണ്. അപ്പോൾ സമ്മാനമുണ്ട്. ഇത് കണ്ടോ, മൈജി തരുന്ന ഒരു കിടിലൻ സമ്മാനമാണ്. കയ്യടിയോടുകൂടി നമുക്ക് സഞ്ജുവിന് കൈമാറാം. അതോടുകൂടി മൈജി ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് സീസൺ 2-ൻ്റെ TK മാധവ മെമ്മോറിയൽ കോളേജ് നങ്ങ്യാർകുളങ്ങരയിൽ നിന്നുമുള്ള ഈ കിടിലൻ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പഞ്ച് ഡയലോഗ്സും സൂപ്പർ അഭിനേതാക്കളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ.